മക്കൾസ്, നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് റിയാക്റ്റൻസും പ്രോഡക്ട്സും, അഥവാ എൻ്റെ മക്കളെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും. എന്താണ് അഭികാരങ്ങൾ, എന്താണ് ഉൽപ്പന്നങ്ങൾ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സെറ്റ് ആക്കിക്കോളി, കൂടെ പോന്നോളി. അപ്പോൾ എന്താണ് മക്കളെ റിയാക്റ്റൻസ്, എന്താണ് പ്രോഡക്ട്സ്? ഒരു റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നവരൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? റിയാക്റ്റൻസ് എന്ന് വിളിക്കാം. അതായത് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ നമ്മൾ എന്താണ് വിളിക്കുക? അഭികാരങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? അഭികാരകം എന്ന് വിളിക്കും. ഓക്കെ, ആ റിയാക്ഷന്റെ വഴി നമുക്ക് കിട്ടിയത് എന്താണോ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രോഡക്റ്റ് എന്ന് പറയും. എൻ്റെ മക്കളെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഉൽപ്പന്നം. ഓക്കെ അല്ലേടാ? അപ്പൊ എൻ്റെ മക്കൾ പറഞ്ഞേടാ, അപ്പൊ എൻ്റെ വാച്ച് ഒരു റിയാക്റ്റൻ്റ് ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താടാ? ആ വാച്ചിൽ പങ്കെടുത്തവരൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ റിയാക്റ്റന്റുകളാണ്. വാച്ചാണ് പ്രോഡക്റ്റ്. ഇപ്പൊ ഇതിൻ്റെ പട്ട, ഇതിൻ്റെ സൂചി എല്ലാം കൂടി ഒറ്റ പേര് വാച്ച്. വാച്ച് ഈസ് എ പ്രോഡക്റ്റ്. അപ്പോൾ വാച്ച് ഒരു പ്രോഡക്റ്റ് ആടാ. അപ്പോൾ അതിൽ റിയാക്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയാടാ ഈ വാച്ചിൽ പങ്കെടുത്തത്? ഇതിൻ്റെ ബാറ്ററി ഇല്ലേ, ഇതിൻ്റെ സ്വിച്ച് ഇല്ലേ, ഇതിൻ്റെ എല്ലാത്തിനും നമുക്ക് എന്ത് പറയാം? റിയാക്റ്റൻ്റ് എന്ന് പറയാം. എൻ്റെ മക്കളെ നോക്കിയടാ, C+O2 gives CO2. ഇതേ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. അപ്പോൾ ഇതിലുള്ള അഭികാരങ്ങൾ ആരാ? അല്ലെങ്കിൽ കാർബൺ ഓക്സിജനുമായി കൂടിച്ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ഇതിലെ അഭികാരങ്ങൾ ആരാ ചോദിക്കുകയാണെങ്കിൽ മക്കളെ ഇതിൽ ആരൊക്കെ പങ്കെടുത്തത്? കാർബണും പങ്കെടുത്തിട്ടുണ്ട്, ഓക്സിജനും പങ്കെടുത്തിട്ടുണ്ട്. ഈ പങ്കെടുത്ത കാർബണിനെയും ഓക്സിജനെയും നമുക്ക് എന്ത് വിളിക്കാം? റിയാക്റ്റൻ്റ് എന്ന് വിളിക്കാം. എന്താ മക്കളെ? റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അഭികാരകം എന്ന് വിളിക്കാം. എന്നാൽ ഈ കാർബണും ഓക്സിജനും തമ്മിൽ കൂടിച്ചേർന്നത് കൊണ്ടാണല്ലോ നമുക്ക് എന്ത് കിട്ടിയത്? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയത്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു പ്രോഡക്റ്റ് ആടാ. എന്താ മക്കളെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ? ഒരു ഉൽപ്പന്നമാടാ. അപ്പം എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ, ഈ ഭാഗത്തുള്ളത് റിയാക്റ്റൻറ്റും ആ ഭാഗത്തുള്ള എന്താടാ? പ്രോഡക്റ്റും. നമുക്ക് ഈ കാർബണും ഓക്സിജനും തമ്മിൽ കൂട്ടിമുട്ടിയത് കൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന എന്ത് കിട്ടിയതാടാ? ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പോൾ ഇതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കാണാൻ ചോദിക്കും, അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അവിടെ നിൽക്കട്ടെ, എൻ്റെ മക്കളോട് ഞാൻ ചോദിക്കട്ടെ, H+Cl gives എന്ത് കിട്ടി? HCl കിട്ടി. കാരണം ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ എന്തായത് കൊണ്ടാണ്? കൂടിയത് കൊണ്ടാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും നമുക്ക് എന്ത് വിളിക്കാം? റിയാക്റ്റൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇവർ തമ്മിൽ കൂടിച്ചേർന്നത് കൊണ്ടാണ് നമുക്ക് HCl കിട്ടിയത്. സോ HCl ഈസ് എ പ്രോഡക്റ്റ്. എന്ന മക്കളെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ഇതെന്താണ് മക്കളെ? അഭികാരകം. അഭികാരകം തമ്മിൽ കൂടിച്ചേർന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഉൽപ്പന്നം കിട്ടും. എന്നാ മക്കൾ ഇതിൻ്റെ ആൻസർ കിട്ടൂലേടാ? C+H4. ഇവർ രണ്ടുപേരും ഇതിലെ ആരാണ് മക്കളെ? റിയാക്റ്റൻ്റ് എന്താണ്? അപ്പോൾ അവർ തമ്മിൽ കൂടിച്ചേർന്നാൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ് മക്കളെ? CH4 എന്നാണ്. ഓക്കെ അല്ലേടാ? അപ്പൊ CH4 എന്ന് പറഞ്ഞാൽ ഇതിലെ ആരാണ് മക്കളെ? പ്രോഡക്റ്റ് ആണ്, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, Na+Cl gives NaCl. ഇതിൽ NaCl നമ്മൾ റിയാക്റ്റൻ്റ് എന്ന് പറയും. എന്താ NaCl എന്ന് പറഞ്ഞാൽ എന്താടാ? പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ മക്കളോട് തിരിച്ചു ചോദിക്കുകയാണ്, NaCl എന്നൊരു ഉൽപ്പന്നം, അതിൻ്റെ അഭികാരങ്ങൾ ആരൊക്കെ ചോദിക്കുകയാണെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ മതി. ആരൊക്കെ? Naയും ഉണ്ട്, അതുപോലെ തന്നെ Cl ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കൾ ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? മക്കൾ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ മക്കളോട് ഒരു കാര്യം, മക്കൾ ആറ്റത്തെ കാണാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇവിടെ ടോട്ടൽ എത്ര ആറ്റൻ്റെടാ? കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആണുള്ളത്. എത്ര കാർബണാ? ഒരു കാർബൺ. എത്ര ഓക്സിജൻ ഉണ്ടടാ? 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 1+2 എത്ര ആറ്റമാണ് മക്കളെ ഉള്ളത്? 3 എണ്ണമാണ്. അപ്പോൾ ഇവിടെ H, എത്ര H ഉണ്ടടാ? ഒരു H ഉണ്ട്. എത്ര Cl ഉണ്ടടാ? 1. അപ്പോൾ 1+1 എത്ര ആറ്റൻ്റെടാ? 2. അങ്ങനെയാണ് മക്കളെ CH4ൻ്റെ എത്രടാ? എത്ര കാർബൺ ഉണ്ടടാ? 1. എത്ര ഹൈഡ്രജൻ ഉണ്ടടാ? 4. അപ്പോൾ 1+4 എന്ന് പറഞ്ഞാൽ എത്രടാ? 5. അപ്പോൾ ടോട്ടൽ എത്ര ആറ്റുണ്ട്? 5. അങ്ങനെയാണ് ഇവിടെ എത്ര NA ഉണ്ടടാ? ഒരു NA ആണുള്ളത് സർ. 1+ എത്ര Cl ഉണ്ട് മക്കളെ? 1 ആണ് സർ. അപ്പോൾ 1+1 എത്രടാ? 2. ക്ലിയർ അല്ലേടാ? അപ്പോൾ മക്കൾ ഇതിൻ്റെ എന്തൊക്കെ കാണണം? ഇതിൻ്റെ പ്രോഡക്റ്റും കാണണം, അതുപോലെ തന്നെ ഇതിലുള്ള ആറ്റത്തിൻ്റെ എണ്ണവും കാണണം. മക്കൾ അതൊന്നും എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? സെറ്റാക്കി വെക്കുക. മാത്രമല്ല മറക്കരുത്, അസ്ലം സാർ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. അസ്ലം മാഷ് എന്ന അക്കൗണ്ട് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. എജുബോർഡിൻ്റെ കൂടെ പോകുന്നവളി ഇനിയും ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആറ്റം കാണാൻ നമ്മൾ പഠിച്ചു, റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, സെറ്റാക്കി വെക്കുക. സീ യു നെക്സ്റ്റ് വീഡിയോ.